ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 IT പാർക്കുകളായ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക്, അതേപോലെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, കോഴിക്കോടുള്ള സൈബർ പാർക്ക്. ഈ 3 IT പാർക്കുകളിലുമായിട്ട് ഇപ്പോൾ ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുമായിട്ട് വിവിധ തസ്തികയിലായിട്ട് നിരവധി വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ കമ്പനികളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, അതുപോലെ എങ്ങനെയാണ് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള റെഗുലർ ജോബ് അപ്ഡേറ്റ്സ് പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ദയവായി ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള വേക്കൻസി നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിലാണ്. കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ഐപിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ HR ആൻഡ് അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതേപോലെ 0 to 2 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ career@ipixsolutions.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസിയും കോഴിക്കോട് സൈബർ പാർക്കിൽ തന്നെയാണ്. കോഴിക്കോട് സൈബർ പാർക്കിലുള്ള ഇൻഫിനിറ്റ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് LLP എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. കണ്ടന്റ് റൈറ്റർ എന്ന പോസ്റ്റിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ കാണുന്ന HR@ioss.in എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള വിവിധ കമ്പനികളിലെ വേക്കൻസീസ് ആണ്. ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ജിയോജി ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിൽ സീനിയർ എക്സിക്യൂട്ടീവ് അഥവാ അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. CA ഇന്റർമീഡിയറ്റ് അഥവാ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫിനാൻസ് ആണ് അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. ഈ varun_c@gog.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള JTSI എന്ന് പറയുന്ന കമ്പനിയിലാണ്. എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ടെസ്റ്റ് എഞ്ചിനീയർ, പവർ BI ഡെവലപ്പർ, ടെക്നിക്കൽ ആർക്കിടെക്ട്, ക്ലയൻറ്റ് അക്കൗണ്ട് മാനേജർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ വിത്ത് തേർഡ് പാർട്ടി API ഇൻ്റഗ്രേഷൻ, സീനിയർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പർ, ഈ മേഖലയിലൊക്കെയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിങ്ങളുടെ CV careers@jtsindia.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് ഏത് പൊസിഷനിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സബ്ജക്ട് ടാഗിൽ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസിയും കൊച്ചി ഇൻഫോ പാർക്കിലുള്ള BINX എന്ന് പറയുന്ന കമ്പനിയിലാണ്. അവിടെ ആംഗുലർ ഡെവലപ്പർ, പൈത്തൺ ജാങ്കോ ഡെവലപ്പർ, QA എഞ്ചിനീയർ, പ്രോഡക്റ്റ് അനലിസ്റ്റിൻ്റെ ഒക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ careers@binx.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഇലക്ട്രിഫെക്സ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന പൊസിഷനിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. C അഥവാ C++ ലാംഗ്വേജ് അറിയണമെന്ന് പറയുന്നുണ്ട്. പൈത്തൺ ലാംഗ്വേജ് അറിയണമെന്ന് പറയുന്നുണ്ട്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. എംബഡഡ് സിസ്റ്റം ആൻഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലൊക്കെ നോളേജ് വേണം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ അപ്ലൈ എന്ന് കൊടുത്തിട്ടുള്ള ലിങ്കിൽ https://talents.electrifex.com എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് അത് അവരുടെ കരിയർ സെക്ഷനിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള 2Base ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. SEO അനലിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 1 to 2 ഇയർ ആണ് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നത്. കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങളുടെ ക്രോം ബ്രൗസറിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ കയറി സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അത് ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള TCS-ലാണ്. TCS-ൽ ഇപ്പോൾ ഡാറ്റ എഞ്ചിനീയർ അതേപോലെ ഡാറ്റ പ്ലാറ്റ്ഫോം ആർക്കിടെക്ട്സിൻ്റെ ഒക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്. 4 to 14 ഇയേഴ്സ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ibegin.tcs.com എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ ജോബ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ സ്ക്രീനിൽ കാട്ടിയ പൊസിഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ
നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളത് അതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു സെക്ഷനിൽ കയറി അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ജിവാൻ ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിലാണ്. .NET ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്, ജാവ സ്പ്രിംഗ് ബൂട്ട് ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ട്, .NOT JSൽ വേക്കൻസി ഉണ്ട്, റിയാക്ട് ലീഡിൻ്റെ വേക്കൻസി ഉണ്ട്. അങ്ങനെ വിവിധ തസ്തികയിലായിട്ട് 4-5ഓളം തസ്തികയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. 3+ ഇയേഴ്സ് ഒക്കെയാണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ hr@jivaninfotech.com എന്നവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഇൻഫോ പാർക്ക് വരുന്നത് തൃശ്ശൂരിലാണ്. ഈ ജിവൻ ഇൻഫോടെക് എന്ന് പറയുന്ന കമ്പനിയിലെ വേക്കൻസി തൃശ്ശൂരിലാണ് വന്നിട്ടുള്ളത്. അടുത്ത വേക്കൻസി നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ടെക് അവെഞ്ചർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. വേർഡ്പ്രസ് ഡെവലപ്പറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 2+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ jobs@techaventure.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി ഫ്രഷേഴ്സിനുള്ള ഒരു ബൾക്ക് ഹയറിംഗ് ആണ്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു അവസരമാണ്. കാരണം ഏറ്റവും മികച്ച ഒരു MNC കമ്പനിയാണ് അലയൻസ് എന്നുള്ളത്. അവിടെ ഇപ്പോൾ ഫ്രഷേഴ്സിനായിട്ട് അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് ഇൻ്റർനാഷണൽ വോയിസ് പ്രോസസ് എന്നൊരു തസ്തികയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഈ വരുന്ന 31-നാണ് വരുന്നത്. ഡയറക്റ്റ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് അവിടെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു അപ്ലൈ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് അതിനുശേഷം ഒരു ഓൺലൈൻ അസസ്മെൻറ്റ് ഉണ്ടാവും. ആ ഒരു അസസ്മെൻറ്റ് സക്സസ്ഫുള്ളായി ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് കാര്യമുള്ള ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കുക. ഫ്രഷേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്നാണ് അവർ പറയുന്ന ഒരു കാര്യം. സോ നല്ലൊരു അവസരമാണ്. വിവിധ IT പാർക്കുകളിലായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ഒരുപാട് വേക്കൻസീസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അല്ലാത്ത കമ്പനീസൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് അവരുടെ കരിയർ സെക്ഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പൊസിഷനും, ഞാൻ ഈ പറഞ്ഞ എല്ലാ പൊസിഷനും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലികൾ, മികച്ച IT പാർക്കിലൊക്കെയുള്ള മികച്ച ജോലികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി അവരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.